സന്തോഷമുള്ളൊരു പ്രഭാതമാണ്. സന്തോഷം എന്ന് പറയുന്നത് 26 ജീവനുകൾക്ക് മറുപടി. ഇന്ത്യ ആദ്യത്തെ ഒരു ട്വീറ്റ് തന്നെ നീതി നടപ്പാക്കി എന്നതാണ്. ആ 26 കുടുംബങ്ങളുടെ കണ്ണീരൊരിക്കലും ആയില്ല. പക്ഷേ അതിന് പ്രതികാരം ചോദിക്കാൻ രാജ്യത്തിന് ഉത്തരവാദിത്വമുണ്ട്. ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ടാണ് ഇന്ന് രാവിലെ ഈ ആക്രമണത്തിന്റെ ഇന്ത്യ അതിർത്തിക്കപ്പുറത്തേക്ക് ഭീകര കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ വാർത്ത പുറത്തു വരുന്നത്. 9 കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. 1:28 സൈന്യത്തിൻ്റെതായി ഒരു ട്വീറ്റ്, ഒരു എക്സ്പോസ്റ്റ് വരുന്നു. അത് എന്തൊക്കെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തി എന്ന് കാണിക്കുന്നതായിരുന്നു 1:28 വന്ന പോസ്റ്റ്. 1:28 കഴിഞ്ഞ് കൃത്യം 14 മിനിറ്റുകൾ കഴിയുമ്പോൾ കൃത്യമായ ആക്രമണം, അതൊരു മുന്നറിയിപ്പായിരുന്നു എന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നതിന് മുൻപേ 1:44 ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ദൗത്യം നടത്തുന്നു. 9 കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനം ആ കേന്ദ്രങ്ങളാണ്. അത് ഭീകരവാദ കേന്ദ്രങ്ങൾ. മുസാഫറാബാദ് മുതൽ ബഹാവൽപൂർ വരെ പാകിസ്ഥാന്റെ ഹൃദയത്തിലൂടെയാണ് ആ വെടിവെപ്പുകൾ നടന്നത്. ആക്രമണങ്ങൾ നടന്നത്. ആ ആക്രമണങ്ങൾക്കൊടുവിൽ ഇന്ത്യ നീതി നടപ്പാക്കിയെന്ന് ഇന്ത്യൻ കരസേനയുടെ പ്രതികരണവും വരുന്നു. പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങളെ തൊട്ടിട്ടില്ല, ഭീകരവാദ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് സൈന്യം വിശദീകരിക്കുന്നത്. ദീർഘദൂര മിസൈലുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് ആദ്യഘട്ടത്തിൽ വരുന്ന വിവരം. ഇനി കൂടുതൽ വിവരങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് വരാനുണ്ട്. പക്ഷേ ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം നടന്നു, ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ കാര്യം ഇന്ത്യയുടെ സ്ട്രോങ് അലൈസ് ആയ ആളുകളെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ളവരെ വിവരങ്ങൾ അറിയിച്ചു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുടെ ചുമതലയുള്ള മാർക്ക് റൂബിയോ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് കാര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു വരികയാണ്. ഇന്ത്യ കൃത്യമായ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു പ്രതികരണമാണ് റൂബിയോയുടെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ വരുന്നത്. ആക്രമണത്തിന് സജ്ജം, ജയിക്കാനായി പരിശീലിക്കപ്പെട്ടവർ എന്ന കുറിപ്പോടെ ഇന്ത്യൻ ടാങ്കറുകളും തോക്കുകളും മിസൈൽ വാഹിനികളും ഒക്കെ തീതുപ്പുന്ന ഒരു വീഡിയോ 1:28 കരസേന പങ്കുവെക്കുമ്പോൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്താണ് പിറകെ വരുന്നതെന്ന്. രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഇത് നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 15 ദിവസങ്ങളായി ഒരുപക്ഷെ നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് എപ്പോൾ, എങ്ങനെ, എവിടെ എന്ന് ഒട്ടും പ്രവചിക്കാനാവില്ല. പക്ഷേ മറുപടി നൽകിയിരിക്കും ഇന്ത്യ എന്നൊരു ഉറപ്പ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും ഉണ്ടായിരുന്നു. ആ ഉറപ്പ് പാലിക്കപ്പെട്ടിരുന്നു. അവിടെ പരമാവധി സിവിലിയൻ കാഷ്വാലിറ്റീസ് കുറച്ചുകൊണ്ട് ഭീകരവാദ കേന്ദ്രങ്ങളെ തകർക്കുക, നശിപ്പിക്കുക എന്ന ആ ഇന്ത്യൻ ദൗത്യം എത്രത്തോളം സക്സസ് ആണ്? ഇപ്പോൾ ഏതാണ്ട് ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എവിടെ നിന്നൊക്കെ എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്? ശ്രീജ, ഏതായാലും 15-ാം നാൾ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. പ്രതിരോധ മന്ത്രാലയം തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. കാരണം 1:44 ആണ് പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ ഈ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഈ ദൗത്യത്തിന് പേരിട്ടിരിക്കുന്നത്. 9 കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന ലക്ഷ്യം വെച്ചത്. അതായത് 3 സേനകളും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയത്. കരനാവിക വ്യോമസേനകൾ സംയുക്തമായാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. ഒപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും ഇതിന് നേതൃപരമായ പങ്കുവഹിച്ചു. അങ്ങനെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. അതിൽ 5 എണ്ണം പാക് അധീന കശ്മീരിലാണ്, 4 എണ്ണം പാകിസ്ഥാനിലാണ്. പാക് അധീന കശ്മീർ എല്ലാ കാലത്തും ഭീകരരുടെ കേന്ദ്രമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം നേടുന്ന ഭീകരർ പാക് അധീന കശ്മീരിലെത്തുകയും അവിടെ നിന്ന് പാക് സൈന്യത്തിന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ പ്രവേശിക്കുന്നതുമാണ് പതിവ്. ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരിൽ 2 പേർ പാകിസ്ഥാൻകാരാണെന്ന് സ്ഥിരീകരിച്ചതാണ്. അവരും ഇതുപോലെ 1.5 വർഷം മുമ്പ് ഇന്ത്യക്കകത്തേക്ക് പ്രവേശിച്ച് പിന്നീട് ഇന്ത്യയിൽ അകത്തുനിന്നുള്ള തന്നെ ഭീകരരുടെ സഹായത്തോടുകൂടി ഈ ആക്രമണം നടത്തുകയായിരുന്നു. അങ്ങനെ 9 കേന്ദ്രങ്ങളിൽ 5 എണ്ണം പാക് അധീന കശ്മീരിലാണ്. അത് മുസഫറാബാദാണ് 1. മുസഫറാബാദിലാണ് 2 ഇടത്താണ് മുസഫറാബാദിൽ ആക്രമണം നടത്തിയെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന സ്ഥലമാണ് മുസഫറാബാദ്. 3ാമത്തെ അറ്റാക്ക് നടക്കുന്നത് ബഹാവൽപൂരിലാണ്. ബഹാവൽപൂരിനും പ്രത്യേകതയുണ്ട്. അത് പഞ്ചാബിലാണ്, പാക് അധീന കശ്മീരിലല്ല, പഞ്ചാബിലാണ് ആ പ്രദേശം. ബഹാവൽപൂരാണ് ജയ്ഷ് ഇ മുഹമ്മദിന്റെ ആസ്ഥാനം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ഭീകര ക്യാമ്പുകൾ കൂടി തകർത്തിരിക്കുന്നത്. കാരണം
ജെയ്ഷെ മുഹമ്മദിന്റെ തലവനാണ് മൗലാന മസൂദ് അസർ. മൗലാന മസൂദ് അസർ കാണ്ഡഹാർ വിമാനം റാഞ്ചലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യക്ക് അന്ന് വിട്ടു നൽകേണ്ടി വന്ന ഭീകരനാണ്. അതിനുശേഷം ഇന്ത്യയിൽ നിരവധി ഭീകരാക്രമണങ്ങൾക്ക് മൗലാന മസൂദ് അസർ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാർലമെന്റ് ആക്രമണം 2001 പാർലമെന്റ് ആക്രമണം നടക്കുന്നത്. അതിലടക്കം മൗലാന മസൂദ് അസറിന്റെ പങ്ക് വളരെ വലുതാണ്. അതിനുശേഷമാണ് ഈ 2001 ശേഷമാണ് ബഹാവൽപൂർ ആസ്ഥാനമായിക്കൊണ്ട് ജെയ്ഷെ മുഹമ്മദ് അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ ബഹാവൽപൂർ ഒരു പ്രധാന കേന്ദ്രമായി അവിടെ ഭീകരത്താവളങ്ങൾ തകർത്തിട്ടുണ്ട്. കൂടാതെ കോട്ട്ലി പാക് അധീന കശ്മീരിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ഇതുകൂടാതെ ചക്കമറു അതും പഞ്ചാബിലെ. മടങ്ങിയെത്താം, ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോയ ശേഷം നമുക്കിത് തുടരാം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ KP ഫാബിയൻ നമ്മളോടൊപ്പം ഉണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഓപ്പറേഷൻ സിന്ദൂർ ഈ ആക്രമണത്തിന്റെ, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖമായിരുന്നു ഹിമാൻഷി എന്ന പെൺകുട്ടി. വിവാഹം കഴിഞ്ഞ് 6ാം നാൾ വിധവയായി മാറിയ സിന്ദൂരം മാഞ്ഞ എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഭീകരാക്രമണത്തിന്റെ മുഖം. ആ 26 ജീവനുകൾക്ക് ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ഒരു നയതന്ത്ര തലത്തിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ തിരിച്ചടിയെ, ഈ പ്രത്യാക്രമണത്തെ അങ്ങ് നോക്കിക്കാണുന്നത്? ഈ തിരിച്ചടി നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ പാകിസ്ഥാനെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ റോയിട്ടേഴ്സിൽ വായിച്ചതാണ്, പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് 2 ഇന്ത്യൻ വിമാനങ്ങളും ഒരു ഡ്രോണും പാകിസ്ഥാൻ ഷൂട്ട് ഡൗൺ ചെയ്തു. പിന്നെ പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ എയർഫോഴ്സ് പാകിസ്ഥാന്റെ എയർ സ്പേസിലേക്ക് വന്നിട്ടില്ല. 3ാമത് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ ഇതിന് തിരിച്ചടി കൊടുക്കും. 4ാമത് 3 കുട്ടികളും 4 അങ്ങനെ സിവിലിയൻ കാഷ്വാലിറ്റീസ് ഉണ്ടെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് ലോക വൻ ശക്തികൾ, അതായത് ഇക്കാര്യത്തിൽ അമേരിക്ക, റഷ്യ, ചൈന, അവരെങ്ങനെയാണ് നോക്കുക. അപ്പോൾ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു ഇറ്റ്സ് എ ഷെയിം. അത് റോയിട്ടേഴ്സിൽ വായിച്ചതാണ്. ഇറ്റ് ഹാസ് ടു എൻഡ് ക്വിക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അമേരിക്ക ഇത് കഴിയുന്ന വേഗം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം അത് വിജയിക്കും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, വാഷിങ്ടൺ ആയാലും മോസ്കോ ആയാലും ഒരു വലിയ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവർ ആഗ്രഹിക്കുന്നില്ല. അത് തടയാൻ അവർ കഴിയുന്നതെല്ലാം ചെയ്യും. എന്റെ അഭിപ്രായത്തിൽ ഒരു പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ വളരെ സാധ്യതയുണ്ട്. അപ്പോൾ LOCയിൽ ഷെല്ലിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു യുദ്ധത്തിന്റെ പ്രാരംഭമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പാകിസ്ഥാൻ ഒരു സൈനിക ശക്തി വെച്ച് അവർക്ക് എത്രത്തോളം അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. പിന്നെ ആകെ കൂടി നമുക്ക് അറിയേണ്ടത്, മുന്നും പിന്നും നോക്കാതെ തിരിച്ചടിക്കാനോ അല്ലെങ്കിൽ ആക്രമണത്തിന് മുതിരാനോ സാധ്യതയുള്ള ഒരു ആർമി ചീഫുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ. എന്താണ് തങ്ങളുടെ ശക്തി എന്ന് പോലും ഒരുപക്ഷെ തിരിച്ചറിയാതെ, അല്ലെങ്കിൽ എന്താണ് തങ്ങളുടെ ദൗർബല്യമെന്ന് തിരിച്ചറിയാതെ പോലും തിരിച്ചടിക്കാൻ ഈ മുതിർന്നിറങ്ങുന്ന ഒരു ആർമി ചീഫാണ് ഇപ്പോൾ പാകിസ്ഥാനുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നത്, ഈ ദിവസം രാവിലെ കേൾക്കുന്നത്, അതിർത്തി കടന്ന് അവിടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. 3 സിവിലിയൻസിന് ജീവൻ നഷ്ടപ്പെട്ടു എന്നൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ഒരു വലിയ ആക്രമണത്തിലേക്ക് മുതിരാൻ, അല്ലെങ്കിൽ ആ നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണത്തിന് ഇറങ്ങാൻ പാകിസ്ഥാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുമോ? എന്നോടാണ് ചോദിച്ചത്? അതെ സർ, അതെ. അതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, പാകിസ്ഥാൻ അതിന് കഴിയോ ഇല്ലെന്നുള്ളതല്ല ചോദ്യം. അതായത് പാകിസ്ഥാന്റെ ലീഡർഷിപ്പ് വളരെ വീക്ക് ആൻഡ് ഇൻസെക്യൂർ ആണ്. അവരുടെ സിവിലിയൻ ലീഡർഷിപ്പും മിലിറ്ററി ലീഡർഷിപ്പാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് പഹൽഗാമിൽ നടന്നത് പാകിസ്ഥാൻ ആർമി ചീഫാണ് അതിന്റെ പിന്നിൽ. അപ്പൊ ഈ ആർമി ചീഫ് ഏപ്രിലിൽ 22-ാം തീയതിക്ക് മുമ്പ് ഒരു ട്വീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഇവിടെ ബലൂചിസ്ഥാനിൽ നടന്ന ട്രെയിൻ റെയ്ഡിന്റെ പിന്നിൽ ഇന്ത്യ ഉണ്ടായിരുന്നു. അതൊന്ന്. 2ാമത് ഒരു സ്ട്രാറ്റജിക് റെസ്പോൺസ് കോട്ട് ആൻഡ് കോട്ട് പാകിസ്ഥാൻ കൊടുക്കുമെന്ന്. അപ്പൊ അവരുടെ ആ സ്ട്രാറ്റജിക് റെസ്പോൺസ് ആയിരുന്നു പഹൽഗാം.
അപ്പോ ആർമി ചീഫാണ് നിശ്ചയിക്കാൻ പോകുന്നത്. അപ്പോ ആർമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പാർട്ടാണ് പാകിസ്ഥാൻ സ്റ്റേറ്റില്. അപ്പോ ആർമിക്ക് തീർച്ചയായിട്ടും തിരിച്ചടിക്കാനുള്ള കഴിവ് ഇപ്പോഴുണ്ട്. പക്ഷെ ഒരു യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യയുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി 2-3 ദിവസങ്ങൾക്ക് മുമ്പിൽ നമുക്ക് അത് കാണാൻ സാധിക്കും. ഇന്ത്യക്ക് ടെറിട്ടറി പിടിച്ചെടുക്കാൻ സാധിക്കും, മറ്റു തരത്തിൽ ഡാമേജ് ചെയ്യാനും സാധിക്കും. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഒരു യുദ്ധം തുടങ്ങിയാൽ 2-3 ദിവസത്തിനകം ഇന്ത്യയുടെ മിലിറ്ററി സുപ്പീരിയോറിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാലും വൻ ശക്തികൾ, അതായത് വാഷിംഗ്ടൺ, മോസ്കോ, ഒരു പക്ഷേ ചൈനയും ബെയ്ജിങ്ങും 2 കക്ഷികളോടും സീസ് ഫയറിന് എഗ്രി ചെയ്യാനും ടോക്സ് സ്റ്റാർട്ട് ചെയ്യാനും അവർ പ്രഷർ ചെലുത്തും. ആ പ്രഷറിന് അതിൻ്റെതായ ആ പ്രഷർ വലിക്കും. ആ പ്രഷറിന് 2 കൂട്ടർക്കും എതിർക്കാൻ സാധിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആക്രമണത്തിന് ശേഷം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് കിട്ടിയ ഒരു പിന്തുണ, അത് അമേരിക്കയുടെ ഭാഗത്തു നിന്നായാലും റഷ്യയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഇന്ത്യക്ക് ഒരു ശക്തമായ പിന്തുണ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ദിവസവും ഏറ്റവും ആദ്യം ഇന്ത്യ ചെയ്തിട്ടുള്ളത് ഇങ്ങനൊരു ആക്രമണം നടന്ന കാര്യം ഈ അലൈസിനെ അറിയിക്കുകയാണ്. ആ നിലയ്ക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ എത്രത്തോളം ശ്രദ്ധേയമാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, പാകിസ്ഥാനിൽ നിന്നാണ് ഈ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് ഇന്ത്യക്ക് ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതിൽ വാഷിംഗ്ടണും മോസ്കോയും ഇന്ത്യയോട് യോജിക്കുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേ സമയത്ത് തന്നെ അവര് ഒരു യുദ്ധം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധമുണ്ടായാൽ അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യും ആ യുദ്ധം ഉടനെ തന്നെ സീസ് ഫയർ ആക്കാനായിട്ട്. ശരി, വളരെ നന്ദി ശ്രീ കെ പി ഫാബിയൻ പ്രതികരിച്ചതിന്. രാകേഷ് തുടരുന്നുണ്ട്. രാകേഷ്, ഈ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ, നമ്മൾ നേരത്തെ ആക്രമണം നടന്ന സ്ഥലങ്ങളെക്കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ആ സ്ഥലങ്ങളുടെ പ്രത്യേകത പാകിസ്ഥാന് നോവുന്ന സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് ബഹാവൽപൂർ ആയാലും മുസഫറാബാദ് ആയാലും പ്രതീക്ഷിച്ച സ്ഥലങ്ങളിലേക്കല്ല ഈ ആക്രമണം വന്നിട്ടുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, ആദ്യഘട്ടത്തിൽ തന്നെ പാകിസ്ഥാൻ ചെയ്തത് മസൂദ് അസറിൻ്റെയൊക്കെ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് അവർ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ള ഒരു ആക്രമണം തന്നെയല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? രാകേഷ്, നമ്മൾ ഈ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതായത് പാക് ഭീകര കേന്ദ്രങ്ങളെ തന്നെയായിരിക്കും ഇന്ത്യ ലക്ഷ്യം വെക്കുക എന്ന്. അത് പാകിസ്ഥാനും കൃത്യമായൊരു ധാരണയുണ്ടായിരുന്നു. മസൂദ് അസറിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ച കാര്യമൊക്കെ നമ്മൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു. പാകിസ്ഥാൻ ചിലത് പ്രതീക്ഷിച്ചിരുന്നു. അതിനും അപ്പുറത്തേക്ക് കടന്ന് ഈ പ്രത്യാക്രമണം നടത്തിയിട്ടില്ലേ ഇന്ത്യ? പാകിസ്ഥാന്റെ പ്രതികരണങ്ങളിൽ നിന്ന് എന്താണ് വ്യക്തമാവുന്നത്? അതെ ശ്രീജ, പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കൊരു ആക്രമണം ഇന്ത്യ നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ത്യ സാധാരണഗതിയിൽ മുൻപ് ഉറിയിലായാലും ഒപ്പം തന്നെ പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയുടെ തിരിച്ചടിയായാലും ഇന്ത്യ എല്ലാം പാക് അധീന കശ്മീരിലാണ് തിരിച്ചടി നൽകിയിട്ടുള്ളത്. കാരണം ഭീകര താവളങ്ങൾ ഉള്ളത് പാക് അധീന കശ്മീരിലാണ് ഏറ്റവും കൂടുതൽ. പക്ഷേ പാകിസ്ഥാനിലേക്കൊരു ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു നീക്കം ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോൾ 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. അതിൽ 4 എണ്ണം എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ്. അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ സ്ഥലങ്ങളാണ് 4 എണ്ണം ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളത്. അതിൽ സിയാൽകോട്ട് പാകിസ്ഥാനിലെ പഞ്ചാബിൽ വരുന്ന മേഖലയാണ്. ഒപ്പം തന്നെ മുരിഡ്കെ പഞ്ചാബിൽ വരുന്നതാണ്, ചക് അമറു പഞ്ചാബിൽ വരുന്നതാണ്, ബഹാവൽപൂർ പഞ്ചാബിൽ വരുന്നതാണ്. ഈ ബഹാവൽപൂരും ഒപ്പം തന്നെ ഈ മുരിഡ്കയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ 2 സ്ഥലങ്ങളാണ് 2 പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളുടെ, ഭീകര സംഘടനകളുടെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള താവളങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ലഷ്കറിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനമുള്ളത് മുരിഡ്കയിലാണ്. ജെയ്ഷ് ഇ മുഹമ്മദ് 2001 മൗലാന മസൂദ് അസറിനെ കണ്ടഹാർ റാഞ്ചലിന് പിന്നീട്
ആ ബന്ദികളെ മോചിപ്പിക്കാൻ ഇന്ത്യ പകരം നൽകിയതാണ് മൗലാന മസൂദ് അസറിനെ. അതിനുശേഷം ഈ ബഹാവൽപൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജയ്ഷയുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. അതിനുശേഷം ഇന്ത്യയിൽ തന്നെ പല ഭീകരാക്രമണങ്ങളും മൗലാന അസർ നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ. ഏതായാലും പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതിർത്തി മറികടക്കാതെ ഒരു ആക്രമണം നടത്തിയെന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് പാക് മാധ്യമപ്രവർത്തകരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ചില പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അത് വ്യാജമാണ് എന്നുകൂടി ഇപ്പോൾ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഒരു വിമാനം വെടിവെച്ചിട്ടു എന്നടക്കമുള്ള പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സൈന്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത പൈലറ്റുമാർ എല്ലാം സുരക്ഷിതരാണ് എന്ന പ്രതികരണമാണ് ഇപ്പോൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ള മറുപടി ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്ന കാര്യം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ലക്ഷ്യം വെച്ചിരിക്കുന്നു എന്നാണ്. മറിച്ച് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് മേഖലകളോ ഒന്നും തന്നെ ഇന്ത്യ ലക്ഷ്യം വെച്ചിട്ടില്ല. കൃത്യമായി ആസൂത്രണത്തോടെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ആക്രമണം ആണ് നടത്തിയതെന്ന പ്രതികരണമാണ് ഇപ്പോൾ എന്തായാലും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനപ്പുറം ഇന്ത്യ ചില നീക്കങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. കാരണം നേരത്തെ തന്നെ ഈ ആക്രമണം നടന്ന് 15-ാം ദിവസമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. അതിനു മുൻപ് അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. റഷ്യ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്ക ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ 2 രാജ്യങ്ങൾ സുഹൃത്താണെന്നൊക്കെ പ്രതികരിച്ചു. പക്ഷെ പിന്നീട് ഇന്ത്യയുടെ നീക്കങ്ങളിൽ പ്രത്യേകിച്ച് ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടത്തിലൊക്കെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനൊപ്പം എന്ന രീതിയിൽ വന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്ന് ചൈന മാത്രമാണ്. അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. സുരക്ഷാ സമിതിയിൽ ഇന്നലെ ഈ വിഷയം പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ഉന്നയിക്കാൻ നോക്കുകയും അവിടെ ഒറ്റപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഈ ആക്രമണത്തിന് ശേഷവും ഇന്ത്യ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോക രാജ്യങ്ങളുമായി ഇന്ത്യ വിഷയം സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയുമായി സംസാരിച്ചിട്ടുണ്ട്, UK സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ സൗദി അടക്കമുള്ള രാജ്യങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്, റഷ്യയുമായി സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നയതന്ത്ര തലത്തിലും ഇന്ത്യ നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 10 മണിക്ക് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്, ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെ നടപ്പാക്കി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കും അതിൽ സൈന്യം. 10 മണിക്കാണ് വാർത്താ സമ്മേളനം ഏതായാലും ഈ ഘട്ടത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്തത് എന്ന വിവരം കൂടി പുറത്തു വരുന്നു. ഇന്റലിജൻസും ഇത്തരത്തിൽ നിർണായക പങ്ക് ഈ ഓപ്പറേഷനിൽ വഹിച്ചു എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ശ്രീ